യാത്രക്കാരും വൃദ്ധനും. ഒരിടത്ത് കണ്ണു കാണാത്ത ഒരു വൃദ്ധനുണ്ടായിരുന്നു. കണ്ണു കാണുന്നില്ലെങ്കിലും രാത്രി പുറത്തു പോകുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു കത്തിച്ച വിളക്ക് കയ്യിൽ കരുതുമായിരുന്നു. മറ്റുള്ളവർ പലപ്പോഴും വൃദ്ധനെ കാണുകയും മനസ്സിൽ അത്ഭുതപ്പെടുകയും ചെയ്യുമെങ്കിലും ആരും അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം വൃദ്ധൻ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ചു ചെറുപ്പക്കാരായ യാത്രക്കാർ അദ്ദേഹത്തെ കണ്ടു. കണ്ണ് കാണാത്ത ഒരു വൃദ്ധൻ വിളക്ക് കയ്യിൽ കൊണ്ടുപോകുന്നതും കണ്ട് അവർക്ക് അത്ഭുതമായി. അധികം ആലോചിക്കാതെ ആ യാത്രക്കാർ വൃദ്ധനെ കളിയാക്കാൻ തുടങ്ങി. ഹേ വൃദ്ധ, നിങ്ങൾക്ക് കണ്ണു കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കത്തിച്ച വിളക്ക് കൂടെ കൊണ്ടു നടക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല. കുറച്ചു സമയത്തിന് ശേഷം ആ വൃദ്ധൻ മറുപടി പറഞ്ഞു, ഈ വിളക്ക് എനിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് കണ്ണ് കാണുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. വൃദ്ധന്റെ മറുപടി അവരെ ഞെട്ടിച്ചെങ്കിലും അവർക്ക് മനസ്സിലായില്ല എന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്ന്. അവർ വീണ്ടും ചോദിച്ചപ്പോൾ വൃദ്ധൻ മറുപടി പറഞ്ഞു, ഈ വിളക്ക് നിങ്ങളെപ്പോലെ കണ്ണ് കാണുന്നവർക്ക് വേണ്ടിയാണ്. ഇരുട്ടിൽ ഈ അന്ധനെ നിങ്ങൾ കണ്ടെന്ന് വരില്ല, അപ്പോൾ നിങ്ങൾ എന്നെ തള്ളി മാറ്റിയേക്കാം. അതിനാൽ ഈ വിളക്ക് കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാളുണ്ടെന്ന് മനസ്സിലാവുകയും എന്നെ തള്ളിയിടാതെ നിങ്ങളുടെ വഴി ശ്രദ്ധിച്ച് നടക്കുകയും ചെയ്യും. വഴിയാത്രക്കാർക്ക് ആ വൃദ്ധൻ വിളക്ക് കൊണ്ട് നടക്കുന്നതിന്റെ കാരണവും തങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം നാണക്കേടും തോന്നി. അവർ ആ വൃദ്ധനോട് ക്ഷമ ചോദിച്ച് യാത്ര തുടർന്നു. കഥയുടെ ഗുണപാഠം: ആരെയും കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യരുത്.